എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കിളിമീൻ ഫ്രൈ ആണ്. അതിന് കിളിമീൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ മസാല എല്ലായിടത്തും പുരട്ടുന്ന രീതിയിൽ കീറി വെക്കണം ഫിഷ്. അതിനുശേഷം നമ്മൾ കിളിമീൻ എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കുരുമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി ഇത്രയിട്ട് ഞാൻ പുരട്ടുകയാണ്. മീൻ മിക്സ് ചെയ്യാൻ വേണ്ടി ആണിത്. നന്നായിട്ടെല്ലാം ഒരു ഇത്തിരി കായപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഒരു തുള്ളി മതി. ഇത്തിരി കായപ്പൊടി, ഇത്തിരി മഞ്ഞൾ, ഈ സ്പൂണല്ല എൻ്റെ കയ്യിലുള്ളത്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഈ കാശ്മീരി ചില്ലി ഞാൻ ഒരു 1.25 സ്പൂൺ എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവായിരിക്കും. ഇത് ഇഞ്ചിപ്പൊടിയാണ്. ഒരു തുള്ളി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതിനുശേഷം നാരങ്ങ നന്നായിട്ട് ഒരു നാരങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങ ഞാൻ ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. കാരണം വെളിച്ചെണ്ണ മീൻ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെളിച്ചെണ്ണ ഫിഷിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എരിവും ഉപ്പും ഒക്കെ നോക്കിക്കോണം. ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തു. നന്നായിട്ട് മീൻ്റെ ഈ വരഞ്ഞ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേക്കണം. ഇങ്ങനെ തേച്ച ശേഷം ഈ സമയത്ത് തന്നെ ഉപ്പും എരിവൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ഇതിനെ ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക, ഫ്രീസറിൻ്റെ അകത്തല്ല ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുക. അതിനുശേഷം 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് മുമ്പ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഫിഷാണ്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാനൊരു ഇങ്ങനത്തെ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താകുമ്പോഴത്തേക്ക് ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല. അപ്പം ഇതിപ്പോൾ ചൂടായി തുടങ്ങി. ചൂടായതിനു ശേഷം ഒരിത്തിരി വെളിച്ചെണ്ണ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. തീയൊന്ന് കുറച്ച്. എന്നിട്ട് ഞാനിത് ഓരോന്നായിട്ട് എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ സൈസുള്ള പാനാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടാവും. ഇത് നമ്മളിപ്പം ഫ്രൈ ചെയ്ത ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കി സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ഈ പൊടി ചേർത്തതിൻ്റെ അളവ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയായിരുന്നു. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതൊരു 1.5 സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയെ. പിന്നെ വെളുത്തുള്ളി ഒരു 5 അല്ലി, കുരുമുളക് ഒരു 10-12 എണ്ണം. നിങ്ങളുടെ ഫിഷിനനുസരിച്ചാണ് എടുക്കുന്നത്, നിങ്ങളുടെ എരിവിനനുസരിച്ചും. ഇത്രയും കാര്യമാണ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതൊരു സീക്രട്ട് റെമഡിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ. ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം.
ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരും. നമ്മുടെ ഫിഷ് ഫ്രൈ ഇപ്പം റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.